ഗൈസ്, വെൽക്കം ടു വെക്കേഷൻ വീഡിയോസ്. നല്ല മഴയുടെ ക്ലൈമറ്റാണ്. ഓറഞ്ച് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതിനൊക്കെ മഴയൊന്നും കാണുന്നില്ല. ഏകദേശം ഇപ്പോൾ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ വേറൊരു വ്യത്യസ്തമായ ശൈലിയിലുള്ള മാങ്ങയുമായിട്ടാണ്. ഇതൊക്കെ ഞങ്ങൾ പണ്ട് കൊച്ചിലെ വെക്കേഷൻ ടൈമിൽ എൻജോയ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതൊക്കെ പച്ചമാങ്ങ പറിച്ച്, പണ്ട് ഞങ്ങൾ ചെറിയ പച്ചമാങ്ങ പറിച്ച് നേരെ ചിരട്ടയിൽ പുളി ഇട്ട്, ഇതേപോലെ പുളി ഇട്ടിട്ട് ഉപ്പും കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ച് മുളക് പൊടിയുണ്ട്. ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മാങ്ങ ഞാൻ പറിച്ചിട്ടപ്പോൾ തല്ലിപ്പോയി. ഞാൻ ആ ഭാഗം ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് അത് കൊത്തിപ്പുളി അതിനകത്തുണ്ട്. എന്നിട്ട് അതിനകത്ത് ഉപ്പും പുളിയും പിന്നെ നമ്മുടെ ഏതാണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് കഴിച്ചു നോക്കണം എന്താണ് അവസ്ഥ എന്നറിയാമല്ലോ. അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ വരാം. അപ്പോൾ കഴിക്കുന്നതിന് മുമ്പ് ഇതാണ് മുന്നേ പറഞ്ഞ മാവ്. ഞാൻ എൻ്റെ സ്വന്തം കയ്യിൽ നട്ട് വളർത്തിയ മാവാണ്. ഇത് 15 വർഷം പഴക്കമാണ്. 15 വർഷം 14 വർഷം 10-12 വർഷം പഴക്കമാണ്. അപ്പോൾ ഈ മാവിൻ്റെ പ്രത്യേകത വെച്ചാൽ മാവ് കാച്ചു കിടക്കുന്നുണ്ട്. അപ്പം മാങ്ങ കാച്ച് ഒരു സെറ്റ് വിളയാറായി. അപ്പോൾ അതിൽ ഒരു സെറ്റ് ഞാൻ കുറച്ച് പറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇതൊക്കെയാണ് തോന്നുന്നു. അതുപോലെ ഇത് അടുത്ത 2 ആഴ്ചക്കകത്ത് വിളയും. ഇതും അടുത്ത 2 ആഴ്ചക്കകത്ത് വിളയും. ഇതും അങ്ങനെയാണ്. അതിൻ്റെ മുകളിൽ നോക്കി കൂടിയിട്ടുണ്ടോ. ഇതാണ് ഈ മാവിൻ്റെ ഒരു പ്രത്യേകത. റൗണ്ട് ചെയ്ത് ഈ സാധനത്തിനകത്ത് എപ്പോഴും മാങ്ങയുണ്ടാവും. അതുകൊണ്ട് ഇവിടെ പൂ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ പൂ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ. ഞാനെപ്പോൾ വന്നാലും മാങ്ങ കഴിക്കണം നല്ല താല്പര്യമുള്ളതുകൊണ്ട് എനിക്ക് വേണ്ടി എൻ്റെ മണമറിഞ്ഞ് കായ്ക്കുന്ന മാവാണ്. അതുപോലെ ഇത് ഞാൻ വിട്ടതിൽ മുളകൊക്കെ ഇട്ട് നല്ല മിക്സ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എടുത്തിട്ട് ഇപ്പോൾ തന്നെ 4 വെള്ളങ്ങളുണ്ട്. ഇങ്ങനെ എടുത്തിട്ട് അപാര ടേസ്റ്റ് കേട്ടോ. ആ പുളിയും ഉപ്പും മുളകും ചേർത്ത് ഫാന്റാസ്റ്റിക്.